DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്തെ കർഷകർ കാത്തിരുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത് ഗഡുവായ 2000 രൂപയുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഫെബ്രുവരി 24 തിങ്കളാഴ്ച ബീഹാറിലെ ബംഗൽപൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിനിടെയാണ് പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ കിസാൻ നിധിയുടെ 19ാമത് ഗഡുവിന്റെ വിതരണം നടത്തിയത്. രാജ്യത്തെ 9.7 കോടിയോളം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ തുക വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇത്രയും പേർക്ക് 2000 രൂപ വീതം നൽകാനായി 22,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ 25 ലക്ഷത്തോളം കർഷകരുടെ അക്കൗണ്ടിലേക്കും 19ാമത് ഗഡുത്തുക എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. ഇതോടെ തുടക്കം മുതൽ കിസാൻ സമ്മാൻ നിധിയിലുള്ളവർക്ക് 19 ഗഡുക്കളിലായി 38,000 രൂപയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. 19ാമത് ഗഡു വിതരണത്തിന്റെ മെസ്സേജ് വന്ന ചിലർക്കെങ്കിലും ഇന്ന് തുക അക്കൗണ്ടിൽ എത്താതിരുന്നേക്കാം. അതിന് കാരണം 9.7 കോടിയോളം അക്കൗണ്ടിലേക്കാണ് ഇപ്പോൾ തുക വിതരണം ആരംഭിച്ചിരിക്കുന്നത്. DBT സംവിധാനം വഴിയാണ് കേന്ദ്ര സർക്കാർ ഗഡുത്തുകയുടെ വിതരണം നടത്തുന്നത്. അതായത് നിങ്ങൾ നൽകിയ ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്കല്ല, നിങ്ങളുടെ ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് തുക വിതരണം. അതിനാൽ നിങ്ങൾക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളതും ഏറ്റവും ഒടുവിൽ DBT അപ്ഡേറ്റ് ആയിട്ടുള്ളതുമായ അക്കൗണ്ടിലേക്കായിരിക്കും ഗഡുത്തുക എത്തിച്ചേരുക. ഒന്നിലധികം അക്കൗണ്ട് ഉള്ളവർക്ക് അതിനാൽ മുൻപ് വന്നിരുന്ന അക്കൗണ്ടിന് പകരം നിങ്ങളുടെ തന്നെ മറ്റ് SB അക്കൗണ്ടിലോ ഇനി പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലോ തുക എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. അതിനാൽ സ്ഥിരം വരുന്ന അക്കൗണ്ടിൽ തുക വന്നില്ലെങ്കിൽ മറ്റ് SB അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അവിടെയും വന്നോ എന്ന് ബാലൻസ് ചെക്ക് ചെയ്തോ മെസ്സേജ് ചെക്ക് ചെയ്തോ നോക്കേണ്ടതാണ്. അതുപോലെ 9.7 കോടി കർഷകരിലേക്ക് ഒരുമിച്ച് തുക അയക്കുന്നത് ബാങ്കിംഗ് സിസ്റ്റത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കുവാനായി ഗഡുത്തുക ബാച്ചായാണ് അയക്കുന്നത്. അതിനാൽ മണിക്കൂറുകൾ കഴിഞ്ഞോ ചിലർക്ക് ദിവസങ്ങൾ കഴിഞ്ഞോ ഗഡുത്തുക എത്തിച്ചേരുന്നതും അപൂർവമല്ല. ഇന്ന് ഗഡുത്തുക ലഭിക്കാത്തവർക്ക് ഇനി 20ാമത് ഗഡുത്തുക വിതരണം നടക്കുമ്പോഴേ കിട്ടൂ എന്നൊന്നില്ല. ഇതിനു മുൻപ് ഇത്തരത്തിൽ ഗഡുത്തുക മുടങ്ങിയവർക്ക് ആഴ്ചകൾ കഴിഞ്ഞും ചിലർക്ക് മാസങ്ങൾ കഴിഞ്ഞും ഗഡുത്തുക അക്കൗണ്ടിൽ വന്നിരുന്നു. അതുപോലെ ഗഡുത്തുകകൾ മുടങ്ങിയവർ അതിന് കാരണമായ EKYC, ആധാർ ലിങ്കിംഗ് പോലുള്ളവ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ മുടങ്ങിയ തുക അടുത്ത ഗഡുവിന് മുമ്പായോ അല്ലെങ്കിൽ അടുത്ത ഗഡുവിനൊപ്പമോ ഒക്കെ ഇപ്പോൾ ലഭിച്ചു വരുന്നുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 2024 ഡിസംബർ വരെയുള്ള അപ്ഡേഷനാണ് ഇന്നത്തെ ഗഡു വിതരണത്തിനായി പരിഗണിച്ചത്. 2025 ജനുവരി ഫെബ്രുവരി മാസത്തെ അപ്ഡേഷനൊന്നും ഇത്തവണത്തെ ഗഡു വിതരണത്തിനായി പരിഗണിച്ചിട്ടില്ലെന്നാണ് അറിയുവാൻ കഴിയുന്നത്. അവർക്ക് 20ാമത്തെ ഗഡു വിതരണത്തിനൊപ്പമായിരിക്കും തുകയെത്തുക. കിസാൻ നിധിയുടെ ആനുകൂല്യം അക്കൗണ്ടിൽ വരാത്തതിന് ഇനി പറയുന്ന 2 കാര്യങ്ങളുമായി ബന്ധമില്ല എന്നുകൂടി അറിയുക. ഒന്നാമത്തേത് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാതിരുന്നതാണ്. കിസാൻ നിധിയുടെ 19ാമത് ഗഡു വിതരണം ലഭിക്കണമെങ്കിൽ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കിസാൻ നിധി പോർട്ടലിലൊന്നും അറിയിപ്പുണ്ടായിരുന്നില്ല. 100% കേന്ദ്രവിഹിതമുള്ള ധനസഹായ പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തെ എല്ലാ കൃഷി വിവരങ്ങളും ഓൺലൈനായി ലഭിക്കുവാൻ സഹായിക്കുന്ന പ്ലാറ്റ്ഫോമാണ് കതിർ ആപ്പ്. കർഷകർക്ക് ഒട്ടേറെ ഗുണമുള്ള കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണെങ്കിലും 19ാമത് ഗഡു ലഭിക്കാതിരിക്കുന്നതുമായി രജിസ്ട്രേഷൻ എടുക്കാത്തതിന് ബന്ധമൊന്നുമില്ല. രണ്ടാമത്തേത് കിസാൻ നിധിയുടെ പുതുക്കൽ എന്ന തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ PM കിസാൻ നിധിയിൽ പുതുക്കൽ എന്നൊരു സംഭവമേ എങ്ങും പറയുന്നില്ല. ആകെയുള്ളത് കിസാൻ നിധിയിൽ നൽകിയിരിക്കുന്ന ഭൂമിയുടെ ലാൻഡ് ടാക്സ് നിങ്ങൾ കൃത്യമായി അടയ്ക്കുക എന്നുള്ളതാണ്. ലാൻഡ് ടാക്സ് ഒക്കെ ഇപ്പോൾ പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അക്ഷയ കേന്ദ്രങ്ങൾ പോലുള്ള ഓൺലൈൻ കേന്ദ്രങ്ങൾ വഴി നമുക്ക് ടാക്സ് ഒക്കെ അടക്കുവാൻ കഴിയുന്നത്. അതിനാൽ നിങ്ങൾ ഓരോ വർഷത്തെയും ലാൻഡ് ടാക്സ് അടക്കുമ്പോൾ അത് അപ്പോൾ തന്നെ സർക്കാരിന്റെ ലാൻഡ് റെക്കോർഡ്സിൽ ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആകുന്നുണ്ട്. അതനുസരിച്ച് PM കിസാനിലും രേഖകൾ അപ്ഡേറ്റ് ആകുന്നുണ്ട്. അതിനാൽ നിങ്ങൾ എല്ലാവരും കരം കൃത്യമായി അടച്ചാൽ മാത്രം മതിയാകും. കിസാൻ നിധി പുതുക്കാനൊന്നും നടക്കേണ്ടതില്ല. കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷനുകളും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.